ഇന്നൊരു ഗോതമ്പ് റവ വെച്ചിട്ടുള്ള ഒരു ഉപ്മ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു കഷ്ണം പട്ട ചേർത്തെടുക്കും. ഞാൻ ഇവിടെ ശ്രീലങ്കൻ പട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്മെല്ല് ഇട്ട് നമ്മൾ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു 3 സവാള തിൻ സ്ലൈസാക്കി ഇട്ടൊന്ന് മുറിച്ചതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കും. ഇത് ഈ ഒരു ഭാഗത്ത് എത്തിയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമുളകൊന്ന് മാറി വന്നതിന് ശേഷം അത്യാവശ്യം വലിപ്പമുള്ള നല്ലോണം പഴുത്ത ഒരു തക്കാളിയാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഒരു 3/4 കിലോളം മട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുത്താണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് ഒരു 4-5 വിസിൽ പോകുന്നതിന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ കുക്കർ ആയതുകൊണ്ടാണ് ഒരു 5 വിസിലൊക്കെ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള റവയാണ്. ഗോതമ്പ് റവ ഒരു 3 കപ്പ് എടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് അളന്നെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി ഒന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വെള്ളത്തിന് നനവ് കാണും. അതിലിരുന്നൊന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് തന്നെ മട്ടനും ഒന്ന് റെഡി ആയിട്ട് വരും. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകി ഇതിലോട്ട് 1 ടീസ്പൂൺ പോപ്പി സീഡ്സും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അതാ വേറൊരു പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്തെടുക്കാം. ഒരു ശേഷം എമ്പലയും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ട നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രം നമുക്ക് ആ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ ഒരു വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും വലിയ ജീരകമില്ല അതിൻ്റെ പൊടിയും പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തെടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ള ഒരു മസാല ഉണ്ട് ആ ഒരു ഗരം മസാല എന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു തേങ്ങയും പോപ്പി സീഡ്സിൻ്റെ ആ ഒരു കൂട്ടും കൂടെ ചേർത്തെടുക്കാം. ആ ഒരു റവയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റവ എടുക്കുന്ന സമയത്ത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നൊരു അളവാണ് എടുക്കാനുള്ളത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ മട്ടൻ എന്നുള്ള വെള്ളം കുറച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു റവ നമ്മൾ കഴുകി വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്നിരിക്കായിരുന്നു കേട്ടോ. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊന്ന് കുറച്ചിട്ട് 1 കപ്പിന് ഇപ്പോൾ 2 കപ്പ് വയ്ക്കാനുള്ള സ്ഥാനത്ത് നമ്മൾ 1.5 കപ്പ് വെള്ളം കൊണ്ട് എടുത്തിട്ട് 1.5 കപ്പ് ആ ഒരു കണക്കിന് വെള്ളം എടുക്കുക. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തൊന്ന് താളിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതൊക്കെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 20 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചിക്കൻ വെച്ചിട്ട് സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഞാൻ ചിക്കൻ വെച്ച് ചെയ്തതാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഒരു ബിരിയാണി നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു വീഡിയോയിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ റെസിപ്പിക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും